എന്റെ കുഞ്ഞിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് ചെരുപ്പ് കേട്ടോ. എവിടെ കിടന്നാലും എടുത്തോണ്ട് പോകലാണ് പതിവ്. അതുകൊണ്ട് തന്നെ അത് മാറ്റിയിടാനേ എനിക്ക് സമയമുള്ളൂ കേട്ടോ. എനിവേയ്സ് ഇന്നത്തെ എൻ്റെ ഒരു മോർണിംഗ് റുട്ടീൻ കണ്ടാലോ? രാവിലെ തന്നെ സേക്കുഞ്ഞെ കുളിപ്പിച്ച് ഫുഡൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ കളിച്ചിട്ട് ആള് പിന്നെ കിടന്ന് ഉറങ്ങും കുറച്ച് നേരം. ആ ഒരു സമയമാണ് കൂടുതലും ഞാൻ കുക്കിങ്ങിലോട്ട് കേറാറ്. ഇന്ന് സിമ്പിൾ ആയിട്ടുള്ളൊരു മീൻ കറിയും പിന്നെ ഒരു ചീരത്തോരനും വെക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഈ ഒരു മീൻകറി റെസിപ്പി എനിക്ക് ഉമ്മ പറഞ്ഞു തന്നതാണ്. ആക്ച്വലി ഇത് ഭയങ്കര സിമ്പിളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും ഇപ്പോൾ ഫോളോ ചെയ്യുന്ന ഈ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് വേറൊരു റെസിപ്പി എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് തന്നെയാണ് ഫോളോ ചെയ്യാറ്. ഉള്ളിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് വെള്ളമായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണേ. അത് നമ്മൾ ചട്ടിയിലോട്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് പുളിയും തക്കാളിയും ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് പിന്നെ നമ്മൾ മീനും കൂടി ആഡ് ചെയ്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് അവസാനം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്താൽ നമ്മുടെ മീൻ കറി സെറ്റ്. അപ്പോഴത്തേക്ക് സേക്കുഞ്ഞ് എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി അവൾക്ക് ആ ഒരു സമയത്തൊക്കെ ഞാൻ കുറച്ച് നേരം ടി വി ഇട്ട് കൊടുക്കും. എനിക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യേണ്ട സമയത്തൊക്കെ. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. അവൾ എൻ്റെ പുറകേ നടക്കും കേട്ടോ. പിന്നെ ഇപ്പോൾ ഉള്ളൊരു പരിപാടിയാണ് ഇങ്ങനെ സ്പൂണോ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനത്തെ ബോട്ടിലിൽ കൊണ്ടുവന്ന് ഇട്ട് വെക്കൽ കേട്ടോ. ആക്ച്വലി ഇത് അവൾ കളിക്കുന്ന സ്പൂണാണ്. ഇപ്പം മിക്കപ്പോഴും ഇത് ഇതിൻ്റെ അകത്ത് കൊണ്ടുപോയി ഇട്ട് വെക്കലാണ്. ഞാൻ ചെറുതായിട്ട് ഇത് എന്തിനിട്ടു എന്നൊക്കെ ഒന്ന് വഴക്ക് പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ വലിയ കാര്യമൊന്നുമില്ല. ഇത് പിന്നെയും ഇതുപോലെ തന്നെ ചെയ്യും കേട്ടോ. നമ്മൾ എത്രയൊക്കെ നോക്കിയാലും ഇക്കു വന്നു കഴിഞ്ഞാൽ പിന്നെ ഇക്കുവിൻ്റെ ആളാണ് കേട്ടോ. ഇക്കുവിൻ്റെ കൂടെ നടക്കും. ഇക്കു എടുത്തോണ്ട് നടക്കണം. ഇതൊക്കെയാണ് പരിപാടി. ഇപ്പം ഇക്കുവിൻ്റെ സൗണ്ട് കേട്ടിട്ട് ഇത് എവിടുന്നാ സൗണ്ട് വരുന്നത് ആളെന്തിന് തപ്പി പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇക്കുവിൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ 2 മണിയാവും. അതിന് മുമ്പ് ഞാൻ കുഞ്ഞിന് ഫുഡൊക്കെ കൊടുത്ത് കുഞ്ഞിനെ ഒന്ന് സെറ്റ് ആക്കാറുണ്ട്. അത് കഴിഞ്ഞ് ഇക്കുവും കൂടി വന്നിട്ട് നമ്മൾ രണ്ടുപേരും കൂടിയാണ് പിന്നെ ഫുഡ് കഴിക്കാറ്. സോ ഇപ്പോഴത്തെ ദിവസങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് അങ്ങ് പോവാറ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.